ബയോളജിയുടെ കുറെ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം. ബുക്ക് എടുക്ക. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. ഇല്ലാന്നും പറയരുത്. ഇല ഇലയിൽ വെച്ചാണ്. ഭക്ഷ്യശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര്? വവ്വാല്. അതിനല്ലേ കോട്ടുള്ളത്. ശരിയാ സാറേ. എടാ അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ്, അതറിയാമോ? വേറെ കിളിയാ. വവ്വാലാന്നോടനെ കിളിയാന്നോ കണ്ടക്ടാന്നോ എനിക്കറിയാം. നാളെ ഞാൻ വരത്തില്ല, എനിക്ക് ലീവ് വേണം. എന്തോത്തിന്? ചിലപ്പം ചെറിയൊരു മരണം കാണും. ചെറിയൊരു മരണം? ആരാടാ? അപ്പൂപ്പ മരിക്കാൻ പോവാ. ഏതപ്പൂപ്പൻ? ഞങ്ങളുടെ അപ്പൂപ്പൻ 95 വയസ്സുള്ള. ഇവിടെ എന്തിനു പോവാണ്? അവിടെ കാണാൻ കിടക്കാൻ പറയും. നിങ്ങളുടെ വീട്ടിലല്ലയോ? എനിക്കറിയാൻ വയ്യേ സാറേ. ഇപ്പം ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ നിനക്ക് സാറല്ലേ പറഞ്ഞ ലാസ്റ്റ് ഡ്രില്ലിംഗ് ഉണ്ടെന്ന്? കൈ കൊടുത്തിട്ട് ആ ഡ്രില്ലിന്റെ കാര്യം, ഡ്രില്ലിന്റെ പീരീഡ് ഉണ്ടെന്നാ പറഞ്ഞത്. മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്ത് വെച്ചോ, എനിക്കും അതായിട്ട്. എടാ ഗ്രാമർ പഠിക്കാം. നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. സാറേ എനിക്ക് സംശയം. നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റൂ? ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ, അല്ല നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുവാണെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന ഇരിയോടെ. അടുത്തത് ഭാവി. അഖിൽ പറയടാ, ഭാവി പറ. എന്നുവെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മയും മക്കളും അതുപോലെ അവര് ഗൾഫിൽ നിന്ന് വരാനിരിക്കുക. ഒരു ഒറ്റ അടി ഞാൻ കാലം മുട്ടു തീർത്ത് തന്നാലുണ്ടോ? ശ്രദ്ധിക്കത്തേ. അടുത്തത് പര്യായപദം പറ. സ്ത്രീയെ കുറിച്ച് പര്യായപദങ്ങൾ പറഞ്ഞേ സാറേ. സ്ത്രീയെ കുറിച്ച് സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തിയോ വനജ ടീച്ചർ. വനജ ടീച്ചറിന്റെ പേര് പറഞ്ഞോ ഞാൻ അടിക്കുന്നില്ല. സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഒരൊറ്റ അടി ഞാൻ തന്നെ കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത നീ പറയടാ. വനത്തെ കുറിച്ച് പര്യായം പറഞ്ഞു. കാണണം. അത് കാണണം. ഞാൻ അതിനു വേണ്ടി ഇരിക്കുവാ ഞാൻ. കാനനം. കാനനം. കാട്. മുതുകാട്. അതെന്റെ ഗതികേടായിപ്പോ. എന്തോ ഇടപാട്. അവിടെ ഇരിക്കവിടെ. നിനക്ക് ഇതൊന്നും അറിയത്തില്ല. അതെ, ഇങ്ങോട്ട് നോക്കിയിരിക്കെ. അടുത്ത പദ്യം ചൊല്ലെ. പല പല നാളിൽ ഞാനൊരു പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകൾ നീക്കി ബല 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 ബാഹുബലി ഉളനീതും പായും പൂലി ഉളനീലൻ നീളത്തി കട്ടപ്പ. ബാക്കി നീ പറഞ്ഞു. ബാഹുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അടുത്ത വിഷയം കണക്കാ. 5 വിഷയം കണക്കാ പഠിക്കുന്നത്. ബുക്ക് എടുത്ത് വെക്കാൻ. കണക്കാ പിന്നെ പഠിപ്പിക്കണം. അനന്ത് വരുന്നേറ്റേ. 3ന്റെ പട്ടിക കൂട്ടിയില്ലേ? 3ന്റെ ഒരു 3 ഒരു 3 3 ഇരു 3 അന്ന് സാറും ചൊല്ലിക്ക്. ഒരു 3 3 ഇരു 3 അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് അങ്ങനെ സാറേ. അടുത്ത 7ന്റെ പട്ടിക എഴുന്നേറ്റുള്ള എഴുന്നേറ്റ്. ഏതാണ്ട് ചോദിക്കുന്നു. അഖിലേ 7ന്റെ പട്ടിക ചൊല്ലാൻ. 7ന്റെ ഇല്ലയോ? അല്ല 7ന്റെ കേട്ടിട്ടില്ല. 7 ഇത് എഴുതിയത് ആരാ? ഞാനാ. ഈ 7 14 ലോഹം. ഞാൻ കണ്ടോണ്ടിരിക്കുവാ. ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുവാ. കൈ അങ്ങ് നീട്ടിക്കോ. എഴുതിയത് ഞാന്. അവിടെ ഇരിക്കാതെ. എഴുതിയത് ചുമന്നല്ലേ. അടുത്തത് ഒരു മനക്കണക്കാ ഞാൻ ചൊല്ലാൻ പോകുന്നത്. മനക്കണക്ക്. അതെടുത്ത് അങ്ങോട്ട് വെക്ക്. മനക്കണ ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാണ്. 3 സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ? ഞാൻ ചോദിക്കട്ടെ,
സാറെന്തിനും സുമേഷ് ഇപ്പൊ ആ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടം പോലെ അവിടെ കാശുള്ളെടുത്താടാ അവൻ. പിന്നെ അവന്റെ സന്ധ്യക്കാണ്. സന്ധ്യയുടെ കാര്യം പറ. അല്ല മഞ്ജുവിന്റെ കാര്യം വീട്ടിൽ ഒരു വകയില്ല. ഞാനാണ്ട് അവൾ ചോറ് കൊണ്ടുവന്നു മുളക് കുഴച്ച് മാത്രം കൊണ്ടുവന്ന് ഒരു തേങ്ങ കൊടുത്ത് അവിടെ ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയുടെ സാറേ ഇത്? പാവങ്ങൾക്ക് വേണ്ട ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചു കൂടെ? പിന്നെ പുണ്യം കിട്ടത്തില്ലയോ? എല്ലാം ഉള്ളടത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് മനക്കണക്ക് അടങ്ങോട്ട് കയറി വന്നേണ്ട. ഈ കണക്ക് പഠിക്കണ്ട. അവിടെ അടുത്ത കണക്കിന് ബുക്ക് എടുത്തു നോക്ക്. എടുത്തു നോക്ക്. കണക്കിന് ബുക്ക് എടുത്തു ഉരിപ്പിച്ചോണ്ട് വരാൻ ഹോമം ഉരിപ്പിച്ചോണ്ട് വന്നോ? എന്തോ ഇത്? ആ എന്താ അവര് പഠിപ്പിക്കാൻ പറ്റുന്ന പൈസ കിട്ടും പറഞ്ഞില്ലേ? ആര്? എനിക്ക് കിട്ടും. നീ കൊടുത്തോ? എനിക്ക് കിട്ടിയില്ല. പേര് അഖിൽ, ഫാദർ നെയിം മോഹനൻ, അഡ്രസ് ചരിഞ്ഞ വീട് മേലാൽ വയ്ക്കത്തില്ല, പെരിങ്ങനാട്. അതെന്തോടാ? ചരിഞ്ഞ വീട് മേലെത്തില്ലെന്നാ അച്ഛനാ എഴുതിയത്. അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. വരുമാനം എത്ര? സ്വന്തമായി ഒന്നുമില്ല. വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി 2 or 3 എണ്ണം പറന്നു പോകും. അതെന്തോ വരുമാനം വന്നു ചോദിച്ചേ? വിമാനം എത്രയാന്ന് പറഞ്ഞോണ്ടായി അച്ഛൻ എഴുതിയത്. നീ ഒന്നുകൂടെ പൂരിപ്പിച്ചോണ്ട് വരണം. അതിന്റെ വിമാനം മാറ്റിയാൽ മതി. വിമാനം അങ്ങ് മാറ്റിയാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞ് ഇനി അത് കൊടുക്കണ്ട. സ്കോളർഷിപ്പിലായിരുന്നു, പൈസ കിട്ടിയനായിരുന്നു. അടുത്ത ഹിസ്റ്ററി ബ്ലൗസ് ഔട്ട്. ഹിസ്റ്ററി പഠിപ്പിക്കാം. നിനക്കത് എനിക്ക് തരത്തില്ലായിരുന്നു. അപ്പോ ഹിസ്റ്ററി എന്നാൽ എന്ത്? പണ്ട് ആരെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചമ്മേനാ. പണ്ടാരം കണ്ടോ ഉണ്ടാക്കി വെച്ച ചരിത്രമാണ് ഹിസ്റ്ററി. പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ്. ശരി, നീ പറഞ്ഞത് ശരിയാണ് ഒരു കണക്കിന്. ശരിയാക്കിയില്ലേ ഞാൻ? 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ ആനന്ദു. സാറേ, ഈ 2ാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ 1ാം ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ 4 ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു. പിന്നെ സാർ ഒന്നുകൂടല്ലേ, 1ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർ 2ാം ലോകമഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. മഹായുദ്ധവും 2ാം ലോകത്തും നീ ഒന്നും പഠിക്കുകയും വേണ്ട. നീ ഒന്നും പഠിപ്പിക്കുന്നുമില്ല. അത് ആഹാ എന്തോ ഞാൻ ഓർത്തിരിക്കുവാൻ. അടുത്ത കേട്ടോ. ഇപ്പം ഇന്ത്യയുടെ ധീര വനിത ആര്? സ്പെഷ്യൽ പാസ്. അനന്തോ? എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇന്ത്യയുടെ ധീര വനിത സ്പെഷ്യലി ചേർത്തടാ അതിനകത്ത്. ഝാൻസി റാന്നി. സാറേ, ഇത് ധീരവനിതയാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരാന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. റാന്നിക്കാരിയാ ഝാൻസി റാന്നി.